അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സ്കൂംസ് വെബ് പോർട്ടലിനെ നമുക്ക് ടോട്ടലായിട്ടൊന്ന് പരിചയപ്പെടാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്കൂംസിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ അക്കൗണ്ടിലേക്കാണ് ലോഗിൻ ചെയ്ത് കയറിയത്. നമ്മുടെ സ്കൂംസിലെ നമ്മളുടെ പേഴ്സണലായിട്ടുള്ള അക്കൗണ്ടിലേക്കാണ് ഇത് ലോഗിൻ ചെയ്ത് കയറിയിട്ടുള്ളത്. കയറിയ ഉടനെ നമ്മൾ കാണുന്നതാണ് സ്കൂംസിൻ്റെ ഹോം പേജ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ കാണുന്നത് നമ്മളുടെ സ്കൂളിലെ ടോട്ടൽ എല്ലാ ക്ലാസ്സുകളുടെ A1 മുതൽ L2 വരെയുള്ള ക്ലാസ്സുകൾ കാണുന്നുണ്ട്. ആ ക്ലാസ്സിൻ്റെ തൊട്ട് താഴെ ആ ക്ലാസ് ടീച്ചറുടെ പേരാണ്, ഷോർട്ട് നെയിമാണ് അവിടെ കാണിക്കുന്നത്. ഇപ്പോൾ A1ൻ്റെ തൊട്ട് താഴെ BJ എന്ന് പറയുന്നത് ബിജു സാറുടെ ക്ലാസ്സാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ഷോർട്ട് നെയിം അവിടെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇപ്പോൾ A1 നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 53 എന്ന് കാണിക്കുന്നുണ്ട്. അത് ആ ക്ലാസ്സിൻ്റെ സ്ട്രെങ്ത്താണ്, ടോട്ടൽ സ്ട്രെങ്ത്താണ് കാണിക്കുന്നത്. ഇവിടുത്തെ കേസിൽ ഇതിലൊരു 7 കുട്ടികളും കൂടെ എൻ്റർ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് അത് 60 53 കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റിലെ ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ കാണുന്നത്. ദെൻ അടുത്തത് പിന്നെ കാണിക്കുന്നതെല്ലാം നമ്മുടെ സ്കൂളിൻ്റെ അറ്റൻഡൻസുകളാണ്. ഒരു പ്രീവിയസ് ആയിട്ടുള്ള ഒരു 5 ദിവസത്തെ അറ്റൻഡൻസുകൾ അവിടെ കാണാൻ കഴിയും. അതിലേറ്റവും ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് കാണിക്കുന്നതാണ് ഇന്നത്തെ അറ്റൻഡൻസ് ആയിരിക്കും ആ കാണിക്കുന്നത്. ബാക്കിയെല്ലാം അതിൻ്റെ തൊട്ട് പിറകിലുള്ള ഡേയ്സിലെ അറ്റൻഡൻസും കൂടെ അവിടെ കാണിക്കുന്നുണ്ട്. ഇനി നമ്മളൊരു അറ്റൻഡൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ G1 ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ G1 ടോട്ടൽ 60 കുട്ടികളുണ്ട്. അവിടുത്തെ ക്ലാസ് ടീച്ചർ VPI ഇർഫാദ് എന്ന് പറയുന്ന ക്ലാസ് ടീച്ചർ. ദെൻ അവിടുത്തെ 12-ാം തീയതി ഓഗസ്റ്റ് 12-ാം തീയതി ചൊവ്വാഴ്ച അവിടുത്തെ അറ്റൻഡൻസ് ആണ് കാണിക്കുന്നത്. ടോട്ടൽ 60 കുട്ടികളുണ്ട്. അതിൽ 27 കുട്ടികളാണ് പ്രസൻ്റ് ആയിട്ടുള്ളൂ. ബാക്കി 33 കുട്ടികളും അവിടെ ആബ്സെൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ആ 33 അങ്ങോട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആബ്സെൻ്റ് ആയ കുട്ടികളുടെ ടോട്ടലായിട്ടുള്ള ലിസ്റ്റ് നമുക്കവിടെ കാണാൻ കഴിയും. വിത്ത് മൊബൈൽ നമ്പർ അടക്കം നമുക്കവിടെ കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമ്മൾ അറ്റൻഡൻസ് എടുത്തു കഴിഞ്ഞ് നമ്മൾ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റിപ്പോർട്ട് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ ഗ്രൂപ്പിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ ആബ്സെൻറ്റീസിൻ്റെ ഫുൾ ലിസ്റ്റ് ആ ഗ്രൂപ്പിൽ കിട്ടും. ഇതിൽ ഏറ്റവും ടോപ്പിൽ ആ ഡേറ്റും കാര്യങ്ങളും എല്ലാം അതിൽ വരുന്നതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡാണ്. ദെൻ ഇനി ഇതിൽ ആദ്യത്തെ ഒരു കുട്ടിയുടെ പേര് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, ആകാശ് ഗോവിന്ദ് PT. അത് കഴിഞ്ഞ ഉടനെ ഒരു ഇൻറ്റു മാർക്ക് അവിടെ കാണാൻ കഴിയും. അതായത് ആ ഇൻറ്റു മാർക്ക് ഉദ്ദേശിക്കുന്നത് തൊട്ട് തലേ ദിവസവും ആ കുട്ടി ആബ്സെൻ്റ് ആയിരുന്നു എന്നുള്ളതാണ്. ഇനി 2 ദിവസം ആബ്സെൻ്റുള്ള കുട്ടിയുടെ നേരെ 2 ഇൻറ്റു മാർക്ക് വരും. ഇങ്ങനെ ഇതും കൂടെ അതിൻ്റെ കൂടെ സൂചിപ്പിക്കുന്നുണ്ട്. ദെൻ കുട്ടിയുടെ റോൾ നമ്പർ കാര്യങ്ങളാണ് യെല്ലോ കളറിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഏറ്റവും താഴേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ സ്കൂളിൽ 1204 കുട്ടികൾ പ്രസൻ്റ് ആയിട്ടുണ്ട്. അത് ജസ്റ്റ് നമ്മൾ ട്രയൽ റൺ ചെയ്ത് നോക്കിയിട്ടേ ഉള്ളൂ. ഇത് ടോട്ടലായിട്ടുള്ള അറ്റൻഡൻസ് എടുത്തിട്ടില്ല. വളരെ കുറഞ്ഞ ക്ലാസ്സിൽ മാത്രമേ നമ്മൾ അറ്റൻഡൻസ് എടുത്തിട്ട് ട്രയൽ റൺ നടത്തിയിട്ടുള്ളൂ. ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടലായിട്ടുള്ള ഡീറ്റെയിൽസ് അവിടെ കിട്ടും. ഇനി നമുക്ക് ഏറ്റവും മുകളിലേക്ക് പോവാം. നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ഓരോ ടാബുകളാണ്. ഫസ്റ്റിലെ ഹോം ബട്ടണാണ്. ഹോം ബട്ടൺ നമുക്ക് ഈ സ്ക്രീനിലേക്ക് വരാനുള്ളതാണ് ഹോം ബട്ടൺ. പിന്നെ ഏറ്റവും മെയിനായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിൽ റിമൈൻഡർ സെറ്റ് ചെയ്യാനാണ് 2ാമത്തെ ഓപ്ഷൻ. 3ാമത്തത് നമുക്ക് എന്തെങ്കിലും കാലണ്ടറാണ്. അതിലെന്തെങ്കിലും ഇവൻറ്റുകൾ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി നമുക്കിതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇതിലെ ഈ 3 കുട്ടികളായിട്ട് നിൽക്കുന്ന ഈ ഒരു ഐക്കണ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ക്ലാസ്സിലെ കുട്ടികളുടെ ഡീറ്റെയിൽസ്. എത്ര കുട്ടികളുണ്ട്, അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ അറിയുന്ന ഒരു ഭാഗമാണത്. ഓക്കെ, ക്ലാസ് വൈസ് സ്റ്റുഡൻസ് ലിസ്റ്റ് എന്നാണ് ഇതിന് ഈ ഒരു ഭാഗത്തെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ക്ലാസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും നമുക്കവിടെ കുട്ടികളെ കാണാൻ കഴിയും. ഇപ്പോൾ G1 എന്ന് കൊടുത്തു. എന്നിട്ട് ഞാൻ സെലക്ട് ഗ്രൂപ്പിൽ നമ്മളൊന്നും കൊടുക്കേണ്ട, ഷോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ക്ലാസ്സിലെ ടോട്ടൽ കുട്ടികളുടെ ലിസ്റ്റ് നമുക്കവിടെ കിട്ടും. നെറ്റ്വർക്ക് കുറച്ച് സ്ലോ ആയതുകൊണ്ട് നമ്മുടെ പോർട്ടലിൻ്റെ റെസ്പോൺസും കുറച്ച് സ്ലോ ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇതിൽ ടോട്ടലായിട്ടുള്ള എല്ലാ കുട്ടികളുടെ ലിസ്റ്റും എല്ലാ കുട്ടികളുടെ ഡീറ്റെയിൽസും അവിടെ കാണിക്കും. ഫസ്റ്റ് കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ, റോൾ നമ്പർ, അതുപോലെ പേര് കൊടുത്തിട്ടുണ്ട്, 2 മൊബൈൽ നമ്പർ, ഏതാണ് ലാംഗ്വേജ് എന്നുള്ളത് ബ്രാക്കറ്റിലും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഫോട്ടോ അടക്കം എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ അറിയാൻ പറ്റും. ഓക്കെ, ദെൻ അടുത്ത ഒരു ഐക്കണാണ് ഇതിൽ ഫസ്റ്റിൽ സിംഗിളായിട്ടുള്ള ഒരു കുട്ടിയുടെ ഐക്കൺ. ഇതാണ് നമ്മുടെ അറ്റൻഡൻസിൻ്റെ ടാബ് എന്ന് പറയുന്നത്. നമുക്ക് അറ്റൻഡൻസ് എടുക്കാൻ ഈ ടാബാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയും ആണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടൊരു കുട്ടിയെ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നെയിമിൻ്റെ ഭാഗത്ത് അവരുടെ അഡ്മിഷൻ നമ്പറോ പേരോ കൊടുത്തിട്ട് സെർച്ച് ചെയ്താൽ ആ കുട്ടിയെ നമുക്ക് പെട്ടെന്ന് ഏത് ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ആ കുട്ടിയുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പറ്റും.